മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു നാടൻ റെസിപ്പി തന്നെ കേട്ടോ. എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, അതുപോലെ തന്നെ നല്ല രുചികരമായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ആദ്യമായിട്ട് അതിന് ഞാനൊരു മൺചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 4-5 പപ്പടം നിങ്ങൾ എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ ഒന്ന് നീളത്തില നൈസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് വീതിയില്ലാതെ ഈ പരുവത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തത് നമുക്ക് കുറേശ്ശെ ഇട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇച്ചിരി എണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. നമ്മൾ ഈ ഉപയോഗിക്കുന്ന എണ്ണ തന്നെ വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഹെൽത്തിന് അത് നല്ലതല്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി എണ്ണ മാത്രമേ എടുക്കാറുള്ളൂ. ആ എണ്ണ എടുക്കുമ്പോൾ അത് തന്നെ അപ്പം തന്നെ ഉപയോഗിച്ച് തീർക്കാറും കഴിവിൻ്റെ പരമാവധി നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമുക്കിതുപോലെ ഈ പപ്പടം എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നുപോകല്ലേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്ന് വീഡിയോ ചെയ്യാനും ഒക്കെ എനിക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ആ പപ്പടം വറുത്തെടുത്ത എണ്ണയിൽ തന്നെ ഞാൻ കടുകിട്ട് പൊട്ടിച്ചു. അതിലേക്ക് കറി ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 ചെറിയ സവാള ഇതുപോലെ ഒന്ന് അരിഞ്ഞതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നവരുണ്ട്, ഒരുപാട് പേരിത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിക്കാറുണ്ട്. എന്നാൽ പാചകം ഒട്ടും അറിയാത്തവരുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനത്തെ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ കാണുന്നവർ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ, ഈ കൊച്ചു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതിലേക്കൊരു 3 പച്ചമുളക് അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റല്ല, ഞാനൊന്ന് ചതച്ചെടുത്തേക്കുന്നത്. അത് അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴാണ് അതിനൊരു പ്രത്യേകത കേട്ടോ. ഓരോന്നിനും ഓരോ രീതി ഉണ്ടല്ലോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് തന്നെ ഇടാൻ നോക്കുക. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് ഇത് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടണം ഈ സവാളയൊക്കെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമുക്ക് തുറന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ചില പ്രത്യേക കാരണങ്ങളാൽ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ അങ്ങനെ ഇടാറില്ല. ഒന്നിടവിട്ട ദിവസങ്ങളിൽ 2 ദിവസം കഴിഞ്ഞൊക്കെ ഇടുന്നത്. അപ്പോൾ ഇനി മുതൽ തിങ്കളാഴ്ച മുതൽ എല്ലാ ദിവസവും കൃത്യം 3 മണിക്ക് എൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്നെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞാൻ അതിലേക്ക് 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 1.25 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ, ഗരം മസാല വീട്ടിൽ പൊടിച്ച ഗരം മസാല 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം ഒന്ന് വഴറ്റി, മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി ഈ പൊടിയുടെ എല്ലാം പച്ചമണം ഒന്ന് മാറി കിട്ടുന്നവരെയും വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഞാനിവിടെ നല്ല വലിയ 2 തക്കാളി, വലിയ ഒരു തക്കാളി, ചെറുതാണെങ്കിൽ 2 എടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 എടുത്തിട്ടുണ്ട്, ചെറിയ സൈസിലുള്ളത്. വലുതാണെങ്കിൽ 1 മതിയാവും, അല്ലെങ്കിൽ ഭയങ്കര പുളിയായിപ്പോവും. അപ്പോൾ നമുക്ക് ആ തക്കാളിയും കൂടെ അടിച്ചെടുത്തതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കിതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത്, പപ്പടത്തിൽ ഉപ്പുണ്ട്, അപ്പം ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിച്ച് മാത്രം ചേർക്കാം. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജാറ് കഴുകി ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് തിളയ്ക്കട്ടെ. ഇപ്പം നമ്മുടെ ആ അരപ്പെല്ലാം നല്ലപോലെ, സവാള എല്ലാം നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയം ഉപ്പൊക്കെ ഒന്ന് നോക്കി കൊടുക്കുക. നമ്മളിനി പപ്പടം ഇടാനുള്ളത് കൊണ്ട് ഉപ്പ് ഇച്ചിരി ഇട്ടാൽ മതി കേട്ടോ. പപ്പടം ഇട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇനി ഞാൻ പപ്പടം എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2-3 മുട്ടയും കൂടെ ഒന്ന് പൊട്ടിച്ച് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഉണ്ണി പൊട്ടിപ്പോകാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് മാത്രം മതി കേട്ടോ നമുക്ക് ചോറുണ്ണാൻ, വേറെ ഒന്നും വേണമെന്നില്ല. നല്ല ടേസ്റ്റായിട്ടുള്ള, അതിന് ശേഷം ഉടനെ ഇളക്കുകയൊന്നും ചെയ്യരുത്, നമുക്കത് അടച്ച് വെക്കാം. ഇനി നമുക്കൊന്ന് അടി പിടിച്ച്, മൺചട്ടിയും കൂടെ ആയതുകൊണ്ട് പെട്ടെന്നൊന്ന് വെള്ളമൊക്കെ വറ്റിപ്പോകാനുള്ള ഇതുണ്ട്. അപ്പോൾ തീ കുറച്ച് വെച്ച് ചെയ്യാം കേട്ടോ. മുട്ട ഒഴിച്ചതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി കറി.
അപ്പോൾ ഞാൻ ഈ ചാറെല്ലാം എൻ്റെ മണ്ടയ്ക്കൊന്ന് കുറേശ്ശെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഇളക്കിയാൽ ഇപ്പോൾ പൊടിഞ്ഞു പോകും, അതുകൊണ്ട് ഇളക്കാത്ത കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി കുറച്ച് മല്ലിയില മാത്രം നമുക്കിതിന് മണ്ടയ്ക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഈ സമയം ഒന്ന് ഉപ്പൊക്കെ നോക്കി, ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ഇടയ്ക്കൊന്ന് നോക്കിക്കോണം. ഇപ്പോൾ എല്ലാം പരുവത്തിനായിട്ടുണ്ട്, ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വേറൊരു സർവിങ് ബൗളിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ച് കുറച്ച് മല്ലിയില അരിഞ്ഞും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കിടിലനൊരു നാടൻ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും ബൈ.